കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണാൽ അത് തീരത്ത് വലിയ അപകടമുണ്ടാക്കും. ഒരു ഭീതി വലിയ രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കപ്പൽ മുങ്ങുന്നു എന്നൊരു വിവരം കൂടി വരുമ്പോൾ ആളുകളുടെ ആശങ്ക കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രദീപ്. ജയലക്ഷ്മി, രാവിലെ ആശ്വാസകരമായൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ആശ്വാസം അല്പം ആശങ്കയ്ക്ക് വഴിമാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കപ്പൽ കെട്ടിവലിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും മറ്റും നടത്തുന്നു എന്നാണ് രാവിലെ നാവികസേനയിൽ നിന്നും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്നുമുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നത്. എന്നാൽ ആ കപ്പൽ കൂടുതൽ ചെരിയുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 400ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത്. അതിൽ 9 എണ്ണമാണ് കടലിൽ വീണത് എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. എന്നാൽ 9 എണ്ണമല്ല, അതിനേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്നുള്ള സൂചനയും ലഭിക്കുന്നു. ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് രാസവസ്തുക്കളാണ്. നമുക്കറിയാം, ഈ രാസവസ്തുക്കൾ, കണ്ടെയ്നറിൽ ഉള്ള രാസവസ്തുക്കൾ കടലിൽ വീഴുമ്പോൾ അത് മത്സ്യസമ്പത്തിനെ, ജീവജാലങ്ങളെ ഒക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ്. മാത്രമല്ല മനുഷ്യനെ പോലും അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. നിലവിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചാളയുടെയും മറ്റും ലഭ്യത കഴിഞ്ഞ വർഷങ്ങളിൽ കുറവായിരുന്നു. എന്നാൽ അത് മാറി ഈ തവണ ഈ മഴ പെയ്തതോടുകൂടി കൂടുതൽ അളവിൽ ചാള ലഭിച്ചു തുടങ്ങിയിരുന്നു. മാത്രമല്ല വലിയ ചാളയാണ് ലഭിച്ചു തുടങ്ങിയത്. ഇത്തരം മത്സ്യസമ്പത്തുകളൊക്കെയാവും സ്വാഭാവികമായും ഈ രാസവസ്തുക്കൾ ആദ്യം തന്നെ ബാധിക്കുക. അതുകൊണ്ട് മത്സ്യസമ്പത്തിന് വലിയ നഷ്ടമുണ്ടാകും. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യത്തെ ഉൾപ്പെടെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ കപ്പൽ നേരെയാക്കി നിവർത്തി ഏതെങ്കിലും വിധേന കെട്ടിവലിച്ച് കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു തീരസംരക്ഷണ സേനയും നാവികസേനയും ഒക്കെ ഉദ്ദേശിച്ചിരുന്നത്. അതിനുവേണ്ടി നാവികസേനയുടെ INS സുജാത ഉൾപ്പെടെയുള്ള കപ്പലുകൾ സുസജ്ജമായി ഈ അപകടത്തിൽപ്പെട്ട കപ്പലിന് അടുത്ത് ഉണ്ട് തന്നെയാണ്. പക്ഷേ രാഗിൻ പറഞ്ഞതുപോലെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. മാത്രവുമല്ല ഈ കപ്പലിൽ ഉള്ള കണ്ടെയ്നറുകളുടെ എണ്ണം 1 2 എണ്ണമല്ല, 400 കണ്ടെയ്നറുകളുണ്ട്. അവയിൽ രാസവസ്തുക്കളാണുള്ളത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നേരത്തെ ലോകത്തിന്റെ പല ഭാഗത്തിൽ ഇത്തരത്തിൽ കെമിക്കലുകളുമായി പോകുന്ന കപ്പലുകൾ അപകടത്തിൽപ്പെട്ടതും എണ്ണപ്പാട് കെട്ടിക്കിടക്കുന്നതും അതിന്റെ ഫലമായി വലിയ തോതിൽ ജീവജാലങ്ങൾക്ക് നഷ്ടമുണ്ടായതുമെല്ലാമായ വാർത്തകൾ നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് ബ്രസീലിൽ നിന്നും അതുപോലെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കേട്ടിരുന്നു. ഒരിക്കലും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി അത്തരത്തിലുള്ള രാസവസ്തു നിറച്ചുകൊണ്ടു പോകുന്ന ഒരു കണ്ടെയ്നറാണ് ചോർന്നിരിക്കുന്നത്. ഈ രാസവസ്തു എന്ന് പറയുന്നത് പ്രധാനമായും വലിയ ജലയാനങ്ങൾ ഓടിക്കുന്നതിന്, എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ശക്തി കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ മറൈൻ ഗ്യാസ് ഓയിൽ ഉപയോഗിക്കുന്നത്. മറൈൻ ഗ്യാസ് ഓയിലിൻ്റെ തന്നെ വകഭേദമാണ് കപ്പലിലുള്ള മറ്റ് രാസവസ്തുക്കൾ എന്ന് പറയുന്നത്. ഹൈ ഡെൻസിറ്റിയുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടെയാണ് ഇതുള്ളത്. പ്രത്യേകിച്ചും ജലത്തിൽ കലർന്നാൽ ചില ഭാഗങ്ങളിലെങ്കിലും എണ്ണപ്പാട് പോലെ കെട്ടിക്കിടക്കാം. ഈ ജലത്തിലെ ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെ, ഒപ്പം ജലസസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയൊക്കെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കും. അവയുടെ ആരോഗ്യത്തിന് അത് ദോഷകരമാണ്, ആയുസ്സിന് അത് ദോഷകരമാണ്. പരിസ്ഥിതിയിൽ കാലങ്ങളോളം അതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവപ്പെടും. അങ്ങനെ എല്ലാമുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഏതു വിധേനയും ആ കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും രക്ഷിക്കുക, കൂടാതെ കപ്പൽ മറിഞ്ഞു വീഴാതെ അല്ലെങ്കിൽ പൂർണ്ണമായും മുങ്ങാതെ ആ കണ്ടെയ്നറുകൾ കരയിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം നാവികസേനയുടെയും ഒപ്പം കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത്. ഏതാണ്ട് വിജയിച്ചു എന്ന് തോന്നി തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതികൂലമായ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ മണിക്കൂറുകളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഒരു കപ്പൽ, അതായത് കൊച്ചി തീരത്ത് നിന്ന് ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ കപ്പൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 38 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കിലോമീറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1 കിലോമീറ്ററും ഏതാണ്ട് 800 മീറ്ററുമാണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് നിന്ന് ഏതാണ്ട് ഒരു 68 അല്ലെങ്കിൽ 72 കിലോമീറ്ററിനുള്ളിലാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പൽ കിടക്കുന്നത്. അതായത് തീരത്ത് നിന്ന് കേവലം 72 കിലോമീറ്ററിലാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പൽ കിടക്കുന്നത്. ഒരുപക്ഷേ ഈ കണ്ടെയ്നറുകൾ ഏതെങ്കിലും വിധേന തുറന്നു പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കെമിക്കലുകൾ പുറത്തേക്ക് വരികയോ ചെയ്താൽ തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ അത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഏതാണ്ട് എല്ലായിടത്തും തന്നെ മത്സ്യത്തൊഴിലാളികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ ഈ തീരക്കടൽ. അറബിക്കടൽ എന്ന് പറയുന്നത് മത്സ്യസമ്പത്തിൻ്റെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണത് ഏറ്റവും കൂടുതൽ കേരള തീരത്ത് ആശങ്ക ഉണർത്തുന്നത്. അതേസമയം ഇപ്പോഴും ഈ കപ്പലിനെ ഏതെങ്കിലും തരത്തിൽ വലിച്ച് കരയ്ക്ക് അടുപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമങ്ങൾ തുടരുന്നു. സാങ്കേതികമായി വിവിധ ഏജൻസികളുടെ സഹായം നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ തേടുന്നുണ്ട്.
ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന മറ്റ് പരിചയസമ്പന്നരായ ഏജൻസികളുണ്ട്. അവരുമായി സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ ഏജൻസികൾ ബന്ധപ്പെടുന്നുമുണ്ട്. എങ്കിലും പ്രതികൂല കാലാവസ്ഥയാണ് ഏറ്റവും വെല്ലുവിളിയായിരിക്കുന്നത്. മാത്രമല്ല തീർച്ചയായും പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയും കാറ്റുമൊക്കെയാണ് അത് ഈ ഒരു രക്ഷാദൗത്യത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് ഏറെ വിഷമകരമായ കാര്യം. കാരണം ഈ കപ്പലിലുള്ളത് ഒന്നും രണ്ടുമല്ല 400-ലധികം കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ്. ഇത് കടലിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക. തീരപ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നുള്ളതുമാണ് വ്യക്തമാകുന്ന കാര്യം. പൊതുവെ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. 112 എന്ന നമ്പറിലേക്ക് ഈ കണ്ടെയ്നറുകൾ കണ്ടു കഴിഞ്ഞാൽ വിളിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കപ്പൽ മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.